Hello everyone, welcome to Entry App. അപ്പോൾ ഇന്ന് നമ്മൾ SBI Escort സീരീസിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കുറച്ച് കോൺസെപ്റ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് കോൺസെപ്റ്റ്, ക്ലാസ് ഒന്നും അല്ല ഇത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റും അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് ബേസ് ചെയ്ത് വരാൻ സാധ്യതയുള്ള 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും പ്രോഫിറ്റ് ആൻഡ് ലോസിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ ലാഭം നഷ്ടം എന്ന് പറയും, ശരിയല്ലേ? അപ്പൊ എന്താണ് ഈ ലാഭം നഷ്ടം എന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിനുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഷോപ്പിലേക്ക് പോയി, അവിടെ ചെന്ന് ഞാനൊരു പെൻ മേടിച്ചു. അപ്പൊ എനിക്ക് 10 രൂപയായി. സോ ഇതാണ് എൻ്റെ മുടക്ക് മുതൽ, അല്ലെങ്കിൽ ഞാൻ മുടക്കിയ തുക, അതായത് കോസ്റ്റ് പ്രൈസ്. അപ്പൊ ഈ CP എന്നൊന്നും പറഞ്ഞ് പഠിക്കരുത്, ഞാൻ മുടക്കിയത് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതേപോലെ തന്നെ ഈ 10 രൂപയുടെ സാധനം 12 രൂപയ്ക്ക് ഞാൻ വിറ്റാൽ അതെന്റെ സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ വിറ്റ വില, SP. ഇവിടെ എന്താ SP എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ലാഭം. കാരണം 10 രൂപയുടെ സാധനം 12 രൂപയ്ക്ക് വിൽക്കുന്നു. ഇനി 10 രൂപയുടെ സാധനം 8 രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത് നഷ്ടം. അപ്പൊ ഇതും എന്താ, ഞാൻ വിറ്റ വില, സെല്ലിംഗ് പ്രൈസ്. അപ്പൊ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും മുടക്കിയ വിലയും വിറ്റ വിലയും തമ്മിൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ലാഭവും നഷ്ടവും. ഇനി ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനെയൊക്കെ റിലേറ്റ് ചെയ്താണ് നമ്മൾ ഇന്ന് കുറച്ച് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽ ക്ലാസ് നിങ്ങൾക്ക് എൻട്രി ആപ്പിലും ഒക്കെ ലഭ്യമാണ്, അവിടെ പോയി കണ്ടിട്ട് വരാം. എന്തായാലും പ്രോബ്ലം ചെയ്യുമ്പം കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ നന്ദിനി ഓഫേഴ്സ് ഹെർ കസ്റ്റമേഴ്സ് എ ഡിസ്കൗണ്ട് ഓഫ് 33.1/3% on her beauty products and she still makes a profit of 12.5%. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? നന്ദിനി അവളുടെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ ഈ നന്ദിനി എന്ത് ചെയ്യും? ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ മേടിച്ച വില നമുക്ക് ഇതാ ഇവിടെ CP എന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്തു? നന്ദിനി ഇതിനൊരു MRP ഇട്ടു, അല്ലെങ്കിൽ ലിസ്റ്റ് പ്രൈസ് എന്ന് പറയും. അതിന് നന്ദിനി ഒരു പ്രൈസ് ഇടുമ്പോൾ നമ്മൾ ചെയ്യാറില്ലേ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, ഇപ്പൊ ഒരു തുണി നമ്മൾ എടുത്തിട്ട് 100 രൂപയുടെ ആയിരിക്കും സാധനം, നമ്മൾ 140 പ്രൈസ് ടാഗ് ഇടും, എന്നിട്ട് അത് 120 കൊടുക്കും. അപ്പൊ അവരുടെ കണ്ണിൽ അത് ലാഭം, നമ്മുടെ കണ്ണിലും അത് ലാഭം. അപ്പൊ ഡിസ്കൗണ്ട് കൊടുത്ത് ലാഭം ഉണ്ടാക്കുന്ന രീതി, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നന്ദിനി അതിനൊരു ലിസ്റ്റ് പ്രൈസ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഇനി അവിടുന്ന് എന്ത് ഓഫർ ചെയ്തു? ഒരു ഡിസ്കൗണ്ടും ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്ദിനി ഒരു പ്രൈസിൽ വിൽക്കും. അപ്പൊ ഇതാണ് എന്ത്? വിറ്റ വില, അല്ലെങ്കിൽ SP എന്ന് പറയും. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം അല്ലെ ഇങ്ങനെ ഒരു ചാർട്ട് നിങ്ങൾ വരച്ചാൽ മതി, ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പറഞ്ഞിരിക്കുന്ന വാല്യൂസ് നോക്കാം. നന്ദിനി ഓഫേഴ്സ് ഹെർ കസ്റ്റമർ എ ഡിസ്കൗണ്ട് ഓഫ് 33.1/3%. അപ്പൊ ഈ ഡിസ്കൗണ്ട് ആണ് എന്ത്? 33.1/3%. നമ്മള് പെർസെൻറ്റേജ് ടു ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഈ 33.1/3% എന്ന് പറയുമ്പോൾ 1/3 ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. അപ്പൊ ഈ ഫ്രാക്ഷൻ ഒക്കെ ഒരു അർത്ഥമുണ്ട് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ. ഇവിടെ 33.1/3 എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രാക്കറ്റിൽ എന്ത് എഴുതാം? 1/3 ഡിസ്കൗണ്ട്, അതായത് 1/3 ഡിസ്കൗണ്ട്. നേരത്തെ 3 രൂപ ഉള്ള ഒരു സാധനത്തിന് 1 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ എത്ര രൂപ? 2 രൂപ. മനസ്സിലായോ? 3/1 ഡിസ്കൗണ്ട് കൊടുത്താൽ ബാക്കി 3/2 ആണ് ഇപ്പോഴത്തെ വില. സോ 3/1 ഡിസ്കൗണ്ട് ആണെങ്കിൽ ബാക്കിയുള്ള വില 2 ആണ്. അപ്പൊ അങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഫ്രാക്ഷന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഇവിടെ 3 ഡിസ്കൗണ്ട് ആയിട്ടുള്ള 1 2, ഇത് ഒറിജിനൽ അല്ല, നമ്മൾ ഈ ഫ്രാക്ഷനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുവാണ്. ഓക്കെ, ഇനി അവരുടെ വില വെച്ച് നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്യാനുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ആൻഡ് ഷീ സ്റ്റിൽ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 12.5%. ഇതേപോലെ തന്നെ 12.5% എന്ന് പറയുന്നത് നമുക്ക് 1/8 ആണ്. അപ്പൊ ഇവിടെ ഈ മുടക്ക് മുതലിൽ നിന്ന് വിറ്റ വിലയിലേക്കുള്ളതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോഫിറ്റ് ആണ് 12.5% എന്ന് പറഞ്ഞാൽ നമുക്കത് എന്തായിട്ട് എടുക്കാം? 1/8, 8/1 അല്ലെ? അപ്പൊ 8 CP എങ്കിൽ 1 പ്രോഫിറ്റ്. അപ്പൊ വിറ്റ വില 9. ഇത് താഴോട്ട് വന്നപ്പോൾ ഉള്ള 2 ഉണ്ട്, 9 ഉണ്ട്. ഇത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ്. സോ വാട്ട് ഈസ് ദ മാർക്ഡ് പ്രൈസ് ഓഫ് ദാറ്റ് ബ്യൂട്ടി പ്രോഡക്റ്റ്? നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദ മാർക്ഡ് പ്രൈസ് ഓഫ് ദാറ്റ് ബ്യൂട്ടി പ്രോഡക്റ്റ്? കോസ്റ്റ് ₹800. അപ്പൊ നമുക്ക് ഒരു വില കിട്ടി. CP എന്താ?
800 ആണ്. അപ്പൊ ഈ 800 എന്ന് പറയുന്നത് 8ന് കറസ്പോണ്ടിങ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചില്ലേ 8ൽ 1 പ്രോഫിറ്റ്, അപ്പൊ വിറ്റ വില 9. അപ്പൊ 8ന് കറസ്പോണ്ടിങ് 800 ആണെങ്കിൽ 1ന് കറസ്പോണ്ടിങ് 100, 9ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 900. അപ്പം മുടക്ക് മുതൽ 800, വിറ്റ വില 900. നമുക്ക് വിറ്റ വിലയല്ല കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് ഈ മാർഡ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതെങ്ങനെ കണക്ട് ചെയ്യും? ഈ 3ഉം 2ഉം വെച്ച് കണക്ട് ചെയ്യാം. അപ്പൊ നോക്ക്, നമ്മൾ ഈ പാർട്ട് കഴിഞ്ഞു, ഈ പാർട്ട് ഇനിയും വേണ്ട. ഇനി 2ൽ നിന്ന് 3ലേക്ക് പോയാൽ മതി. 2ന് കറസ്പോണ്ടിങ് ആണ് 900. അപ്പൊ 1ന് കറസ്പോണ്ടിങ് എത്രയാ? 450. ഇതാണ് കൊടുത്ത ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ 90ഉം 450 കൂടെ ചേർത്തുള്ള 1350 രൂപയായിരിക്കും ഇയാൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ഓപ്ഷനിൽ 1350 കൊടുത്താൽ മതി, കാരണം മാർഡ് പ്രൈസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്നുകൂടെ പറയാം, CPയിൽ നിന്ന് ഒരാൾ ഒരു പ്രോഡക്റ്റിനെ മാർക്ക് ചെയ്യും, അതിനെ നമ്മൾ മാർഡ് പ്രൈസ്. അവിടുന്ന് ഓഫർ ചെയ്യുന്നതാണ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്, എന്നിട്ടാണ് സെല്ലിംഗ് പ്രൈസ്. ഇതാണ് പ്രോഫിറ്റ്. ഇനി വേറൊരു കണ്ടീഷനോടെ വരാം. CPയിൽ നിന്നും മാർക്ക് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പം CPയെ കാട്ടി താഴെ ആയി പോയ SP, സോ ദെൻ ലോസ്. അപ്പൊ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ വെച്ചാൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇങ്ങനെയുള്ള ഈ 33, 1/3, 12.5 പോലുള്ള ഇത്തരം വാല്യൂസിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യുമ്പം കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും മനസ്സിലാക്കിയാൽ മതി, ഇത്രയും സമയം എടുക്കത്തില്ല നിങ്ങൾക്ക് ചെയ്യാനായിട്ട്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി നോക്കാനുള്ളത്. അപ്പൊ അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? എ ഡീലർ മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20% ഈവൻ ആഫ്റ്റർ ഗിവിംഗ് 10% ഡിസ്കൗണ്ട് ഓൺ ദി അഡ്വർടൈസ്ഡ് പ്രൈസ് ഓഫ് ദി സ്കൂട്ടർ. If he makes a profit of 7,500 on the sale of the scooter, the advertised price was. അപ്പൊ ഇതും നേരത്തെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യനാ. അപ്പൊ എന്തായിരുന്നു? ആൾക്കൊരു മുടക്ക് മുതലുണ്ടാവും അല്ലെ? CPയിൽ നിന്ന് അയാൾ എന്ത് ചെയ്ത് കാണും? ഇയാൾ മാർക്കപ്പ് ചെയ്തിട്ടുണ്ടാവും. അവിടുന്ന് അയാൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും? ഒരു ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു സെല്ലിംഗ് പ്രൈസിൽ അയാൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ അയാൾക്ക് ഒരു പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 7500. ഇനി പറയുന്നുണ്ട് മേക്സ് എ പ്രോഫിറ്റ് ഓഫ് 20%. ഇപ്പൊ ഈ 7500 എന്ന് പറയുന്നത് എന്താ? 20% പ്രോഫിറ്റ് ആണ്. ഈവൻ ആഫ്റ്റർ ഗിവിംഗ് എ 10% ഡിസ്കൗണ്ട്. കൊടുത്ത ഡിസ്കൗണ്ട് എത്രയാ? 10% ആണ്. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ 1/10, 10-1. അപ്പൊ മാർഡ് പ്രൈസ് 10 ആണെങ്കിൽ കൊടുത്ത ഡിസ്കൗണ്ട് 1, അപ്പൊ സെല്ലിംഗ് പ്രൈസ് 9ന് കറസ്പോണ്ടിങ് ആയിട്ട്. ഇനി പറഞ്ഞേക്കുന്നത് എന്താ? CP എപ്പോഴും 100% നമ്മൾ എടുക്കുന്നത്. 100 എടുക്കാം. അപ്പൊ SP എന്ന് പറയുന്നത് 120% എടുക്കാം. 120%. അപ്പൊ 20% 7500 ആണെങ്കിൽ 120% ഡയറക്റ്റ് കണ്ടുപിടിക്കരുതോ? 20 × 6 അല്ലേ 120 എന്ന് പറയുന്നത്. അപ്പൊ 7500 × 6 ചെയ്താൽ പോരെ? ഇത് കുത്തിയിരുന്ന് മൾട്ടിപ്ലൈ ചെയ്യണ്ട. 75 × 2 നിങ്ങൾക്കറിയാമല്ലോ 150 ആണെന്ന്. അപ്പം 75 × 2 പോലെ 3. ഇനി ഇത് × 3 അല്ലയോ? അപ്പൊ അല്ലേ 75 × 6 നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ × 3 അല്ലേ? അപ്പൊ 150 3 ചേരുമ്പോൾ 450 അല്ലേ ആവുന്നത്. അപ്പം 75 × 6 450 നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാതെ പറയാൻ പറ്റും. ദെൻ 2 0. അപ്പൊ 450 2 0. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഈ സെല്ലിംഗ് പ്രൈസ് കിട്ടിയില്ലേ? 120% കറസ്പോണ്ടിങ് ആയിട്ടുള്ള വില കിട്ടിയില്ലേ? എത്രയാ? 45000. ഇനി നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? അഡ്വർടൈസ്ഡ് പ്രൈസ്, അതായത് മാർഡ് പ്രൈസ്. അപ്പൊ 9ന് കറസ്പോണ്ടിങ് ആയിട്ട് 45000 ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാം 9 × 5 ആണ് 45 എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പൊ 10 × 5 ആയിട്ടുള്ള 50 എഴുതിയിട്ട് എന്ത് ചെയ്താൽ മതി? 3 0 ഇട്ടാൽ മതി. 50,000 ആവും മാർഡ് പ്രൈസ്. അതായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. നേരത്തെ ചെയ്ത പോലെയാണ് CPയിൽ നിന്ന് മാർഡ് പ്രൈസ്, ഡിസ്കൗണ്ട്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ്. ആ രീതിയിൽ തന്നെയുള്ള ഒരു പ്രോബ്ലം ആണിത്. ചെയ്യേണ്ട മെത്തേഡ് ഇവിടൊക്കെ നമ്മൾ ഈ 75 ഇതിനെയൊക്കെ കുത്തിയിരുന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ടൈം നല്ല നഷ്ടമാണ്. അതുപോലെ ഇവിടെയും കുത്തിയിരുന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാതെ ചെയ്യുക. അങ്ങനെ പെട്ടെന്ന് ഈ മൾട്ടിപ്ലിക്കേഷൻ എല്ലാം പെട്ടെന്ന് ചെയ്ത് വെച്ചാൽ വളരെ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഐ തിങ്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കുറച്ച് ലെങ്ത് ആണല്ലേ, വായിച്ചു നോക്കാം.
The manufacturer A of a mobile phone charges his product an amount of rupees 14,000 and he decided to sell his product to wholesaler B. B sold it to C, a retailer, and C sold it to a customer at MRP. If every person calculate his profit on selling price, the profit percentage of ABC will be 20%, 16.67%, and 14.29% respectively. Find the price at which the wholesaler B take the phone from A. അപ്പൊ എന്താ വായിക്കുമ്പോ തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും. ശരിയല്ലേ? സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതൊക്കെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുവാണ്. സംഭവം വായിക്കാൻ മടിയായിട്ടിരിക്കുന്നവർ അല്ലെ വലുത് കാണുമ്പോഴേ സ്കിപ്പ് ചെയ്യുന്നവർ അവരെയൊക്കെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടിടുന്ന ക്വസ്റ്റ്യനാണ്. ഇത് വലിയ പാടുള്ള സംഗതികളൊന്നുമില്ല. പിന്നെ 2-3 പേര് സ്കിപ്പ് ചെയ്യാനുള്ള കാരണം ഈ 16.67 അല്ലെ 14.29 ഇങ്ങനെയുള്ള വാല്യൂസ് കാണുമ്പോഴായിരിക്കും ചാടിക്കയറി സ്കിപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എന്താ നമുക്ക് നോക്കാം, ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ the manufacturer of a mobile phone charges his product an amount of rupees 14,000. അപ്പോൾ ഒരു മാനുഫാക്ചറർ ഉണ്ട്, അതായത് ഒരു കമ്പനി. അപ്പൊ ആ കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, അതിന് എന്താ മാർക്ക് ചാർജസ് ഹിസ് പ്രോഡക്റ്റ് ആൻ എമൗണ്ട് ഓഫ് റുപ്പീസ് 14,000. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? അയാളുടെ പ്രോഡക്റ്റിന്റെ MRP സെറ്റ് ചെയ്തു അല്ലെ 14,000 ആണ്. ആൻഡ് ഹി ഡിസൈഡഡ് ടു സെൽ ഹിസ് പ്രോഡക്റ്റ് ടു ഹോൾസെയിലർ ബി. ഹോൾസെയിലർ ബിക്ക് സെല് ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് എന്താ സംഭവിക്കുന്നത്? മാനുഫാക്ചർ എന്ന് കൊടുക്കണ്ട, നമുക്ക് എ എന്ന് കൊടുക്കാം. എ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം മാനുഫാക്ചറർ ആയിട്ടുള്ള എ ആർക്ക് വിൽക്കുന്നു? ബിക്ക് വിൽക്കുന്നു അല്ലെ? ബിക്ക് ഹോൾസെയിലറിന് വിൽക്കുന്നു. ദെൻ ഹോൾസെയിലർ അത് എന്ത് ചെയ്യുന്നു? റീറ്റെയിലർ ആയിട്ടുള്ള സിക്ക് വിൽക്കുന്നു. ആൻഡ് സി എന്ത് ചെയ്യുന്നു? അത് കസ്റ്റമറിന് വിൽക്കുന്നു. കസ്റ്റമറിന് നമുക്ക് വേണമെങ്കിൽ ഡി എന്ന് കൊടുക്കാം. ഇത് കസ്റ്റമർ ആണ്. ഓക്കെ, ഇനി അപ്പൊ ഇവിടം വരെയായി. കസ്റ്റമർ അത് MRPക്കാ മേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ കസ്റ്റമർ മേടിക്കുന്ന വില 14,000, അതായത് നമ്മുടെ മാനുഫാക്ചറർ സെറ്റ് ചെയ്യുന്ന വില. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇഫ് എവറി പേഴ്സൺ കാൽക്കുലേറ്റ് ഹിസ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ്. സാധാരണ നമ്മുടെ പ്രോഫിറ്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിലാണ്. കാരണം മുടക്കിയ വിലയിൽ നിന്നും ഇപ്പൊ 10 രൂപ ഞാനൊരു പേനയ്ക്ക് മുടക്കി 12 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഞാൻ കണക്കാക്കുന്നത് 10 ആണ് എന്റെ പോക്കറ്റിൽ നിന്ന് പോയത്. അപ്പൊ 10നെ ബേസ് ചെയ്തുകൊണ്ടുള്ള 2 രൂപയാണ് എന്റെ പ്രോഫിറ്റ്. അപ്പൊ 10നെ ബേസ് ചെയ്തുള്ള 2 രൂപയാണ് പ്രോഫിറ്റ്. ഇതാണ് ഒറിജിനൽ പ്രോഫിറ്റ്, അതായത് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്. ഇവിടെ പറയുന്നത് പ്രോഫിറ്റ് ഈ 12 രൂപയിൽ 2 രൂപ എന്തുവാ? 12 ഞാൻ വിൽക്കുന്ന വിലയാ. അപ്പൊ ഇതാണ് സെല്ലിംഗ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ സെല്ലിംഗ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ റിവേഴ്സ് എന്നെടുത്താൽ മതി. അതായത് ഇപ്പൊ എന്താ പറയുന്നത്? പ്രോഫിറ്റ് ഓഫ് പെർസെന്റേജ് ഓഫ് ABC വിൽ ബി 20%, 16.67. അതായത് എ ബിക്ക് കൊടുക്കുന്ന ബിക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഇത്, പക്ഷെ സെല്ലിംഗ് പ്രൈസിലാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഈ ഒരു റിഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി ഇതിനെ. അതായത് ഇവിടെ 20% റിഡക്ഷൻ വരുമ്പം, അതേപോലെ തന്നെ ഇവിടെ സിയിൽ നിന്ന് ബിയിലേക്ക് എത്ര? 16.67 ആ പറയുന്നത്. ഇതിനൊരു പ്രത്യേക 16.67 എന്ന് പറഞ്ഞാൽ 1/6 ആണ്. ഓക്കെ, അങ്ങനെ കണ്ടാൽ മതി. 20 എന്ന് പറഞ്ഞാൽ 1/5 ആണ്. അതുപോലെ 14.29, അതായത് ഡിയിൽ നിന്ന് സിയിലേക്കുള്ളത് 14.29, അത് 1/7 ആണ്. ഓക്കെ, അപ്പം 14,000 രൂപ 1/7 കുറച്ച് ആണ് സിക്ക് കിട്ടുന്നത്. അതായത് ഞാൻ സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. കോസ്റ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നേരെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. സെല്ലിംഗ് പ്രൈസിലാകുമ്പോൾ റിവേഴ്സ് ചെയ്താൽ മതി. അതാണ് പ്രത്യേകത. പറഞ്ഞ പോലെ നമ്മൾ 10ൽ നിന്ന് 12ലേക്ക് 2/10 കണക്കാക്കുവല്ല, 12ൽ നിന്ന് 10ലേക്ക് കണക്കാക്കും. അതാണ് 2/12. അപ്പം ഇവിടെ അതുപോലെ തന്നെ റിവേഴ്സ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. 1/5 ആയാലും 1/6 ആയാലും 1/7 ആയാലും റിവേഴ്സ് ആണ്. അപ്പം ഇവിടുന്ന് റിവേഴ്സ് ചെയ്യണം. അതായത് ഈ 14,000ന്റെ 1/7 കുറയ്ക്കുമ്പം ഇയാൾക്ക് കിട്ടുന്ന വിലയാവും 14,000ന്റെ 1/7. അപ്പൊ 14,000നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2,000 ആണ് കിട്ടുന്നത്. അപ്പം ആ 2,000 ഇവിടെ റിഡക്ട് ചെയ്യുക. അപ്പൊ റെഡ്യൂസ് ചെയ്യുമ്പം 14,000 2,000 പോയാൽ 10,000 രൂപയ്ക്കായിരിക്കും സിക്ക് അത് കിട്ടുന്നത്. ഇനി സോറി 12,000 രൂപയ്ക്കായിരിക്കും സിക്ക് അത് കിട്ടുന്നത്. 12,000 2,000 അല്ലേ പോകുന്നത് 14ൽ നിന്ന്. ഇനി അതുപോലെ 1/6 ആണ് ഇവിടുന്ന് പോകുന്നത്. അപ്പൊ 12,000നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വീണ്ടും 2,000 ആണ് റെഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ബി മേടിക്കുന്നത് 10,000-നാണ്. ഇനി അവിടുന്ന് 1/5 ആണ്, അതും ഇവിടെ 2,000 ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? 8,000 ആണ്. അപ്പൊ അതായത് ആ മാനുഫാക്ചറിന് ശരിക്കും 8,000 രൂപയായുള്ളൂ. അയാൾ അത് 14,000 MRP സെറ്റ് ചെയ്തു.
അതിനിടയ്ക്ക് ഒരു ഹോൾസെയിലർ, റീറ്റെയിലർ, കസ്റ്റമർ, ഇങ്ങനെ ഒരു രീതിയിൽ അത് പോയെന്നാണ് ശരിക്കും പറഞ്ഞേക്കുന്നത്. സംഭവം ഈസിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫൈൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഹോൾസെയിലർ ബി ടേക്ക് ദ പ്രോഡക്റ്റ് ഫ്രം എ. അപ്പൊ ഹോൾസെയിലർ ആയിട്ടുള്ള ബി എയുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന എത്ര രൂപയ്ക്കാ? 10,000-നാണ്. ഇവിടെ നോക്കുക, 8,000 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതും ഒരു ടെസ്റ്റിംഗ് ആ. കാരണം നമ്മൾ ചിലപ്പോൾ ഇവിടെ 8,000 കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കത്തില്ല. ഈ ഒരു ലെവലിൽ ഇരുന്ന് ചെയ്ത് 8,000 കിട്ടി പെട്ടെന്ന് അങ്ങ് ഓപ്ഷൻ കുത്തും. അപ്പൊ നിങ്ങൾ ചെയ്ത എഫേർട്ട് അവിടെ വേസ്റ്റ് ആവും. അപ്പൊ ഇങ്ങനെയുള്ള പണികളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എക്സാം ടഫ് ആവുമ്പം ഓപ്ഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരും. നിങ്ങൾ ചെയ്ത ഓപ്ഷൻസ് ഒക്കെ തന്നെ വരും. അപ്പം കൃത്യമായിട്ട് അത് ചെയ്തെടുത്ത് കൃത്യമായിട്ട് ചോദിക്കുന്ന കാര്യം തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടാവും. അപ്പൊ സംഭവം ഇത് എളുപ്പമാണ്. 1/7, 1/6, 1/5 ആയിട്ട് റെഡ്യൂസ് ചെയ്യുക. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, സെല്ലിംഗ് പ്രൈസിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇൻ കേസ് ചെയ്യുവാണെങ്കിൽ അത് റിവേഴ്സ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തേക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ. അപ്പൊ നമുക്ക് ഇത്രയും വലിയ ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ ഈ ലെങ്ത് കണ്ടോട്ട് ആരും സ്കിപ്പ് ചെയ്യരുത്. ജസ്റ്റ് അതൊന്ന് ഓടിച്ചു വായിച്ചു നോക്കി മനസ്സിലാക്കുമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാവുകയാണെങ്കിൽ എന്തായാലും ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. 4ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, അനൂപ് ബൈസ് എ UPS മോണിറ്റർ ആൻഡ് CPU ഫോർ സെല്ലിംഗ് ഇറ്റ് ആസ് എ പാക്കേജ്. ഓക്കെ, the buying price of those items are in the ratio 9:4:2. He decided to sell the package at a profit of 60%. Also, he has given a discount of 16.67% on the marked price and got 20,000. Find the difference between the price of CPU and UPS. അപ്പൊ ഈ സാധനവും കുറച്ച് ലെങ്തി ആണ്. അപ്പൊ ചെയ്തു നോക്കാം നമുക്ക്. അപ്പൊ അനൂപ് എന്ത് ചെയ്യുന്നു? UPS, മോണിറ്റർ, CPU ഇങ്ങനെ എഴുതുന്നുള്ളതാണ്. അപ്പം അവിടെ അവർ പറഞ്ഞിരിക്കുന്ന ബൈയിങ് പ്രൈസ്, അപ്പൊ ഇതിന്റെ കോസ്റ്റ് പ്രൈസ്, അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 9:4:2 ആണ്. ഓക്കെ, ഇനി he decided to, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് CPU ആൻഡ് UPS. അപ്പൊ ഇവിടെ നോക്കിക്കേ, CPUവും UPSും തമ്മിലുള്ള ഡിഫറൻസ് 7 റേഷ്യോ ആണ്. അപ്പൊ 7ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഈ കൊടുത്തേക്കുന്ന എല്ലാം 7ന്റെ മൾട്ടിപ്പിളാ. ചില സമയത്ത് ഇവിടെ ഒരു 7ന്റെ മൾട്ടിപ്പിൾ കാണത്തുള്ളൂ. അപ്പം അവിടെയൊക്കെ നമുക്ക് ഇതില്ലാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ എല്ലാം 7ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമ്മൾ ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. ഇനിയും എന്താ പറഞ്ഞേക്കുന്നത്? He decided to sell the package at a profit of 60%. അപ്പൊ ഓക്കെ, 100 രൂപയുടെ ഒരു സാധനം 160 രൂപയ്ക്ക് വിൽക്കുമ്പോഴല്ലേ 60% വരിക. അപ്പൊ ഇത് നമ്മുടെ മാർഡ് പ്രൈസ് അല്ലേ. ഇനി അവിടുന്ന് അയാൾ എന്ത് എടുക്കുന്നുണ്ട്? ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ സെല്ല് ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? 20,000 രൂപ കിട്ടി. അപ്പം ഡിസ്കൗണ്ട് എത്ര കൊടുത്തേ? 16.67. അതായത് നേരത്തെ പറഞ്ഞത് 1/6. 6/1 ഡിസ്കൗണ്ട്. അതായത് 6 ഇവിടെ ഉണ്ടെങ്കിൽ 1 ഡിസ്കൗണ്ട് കൊടുത്താൽ പിന്നെ 5 വില. ആ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വില നമ്മുടെ കയ്യിലുണ്ട്, 20,000. അപ്പൊ 5 × 4 ആണ്. അപ്പൊ അതേപോലെ 6 × 4 ആയിട്ടുള്ള 24 എഴുതി 3 0 ഇട്ടാൽ മതി. അപ്പം ഇവിടെയുള്ള മാർഡ് പ്രൈസ് നമുക്ക് എന്ത് കിട്ടും? 24,000 എന്ന് കിട്ടും. ഇനി നോക്കുക, 60% കയറ്റി അല്ലേ വെക്കുന്നേ, 60% കയറ്റി. അപ്പൊ 100ഉം 160. അപ്പൊ 160ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വില നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, 60% കയറ്റി വെക്കുമ്പോൾ ഉള്ള വില. അപ്പൊ 100ന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ ചെയ്യുന്നത്? ഈ 24 എന്ന് പറയുന്നത് 160, ഇത് 100ഉം 160 ആകുമ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ റേഷ്യോ ആക്കി ചെയ്യാം. അതായത് 5:8 ആക്കി ചെയ്യാം. 5:8, കാരണം ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 5:8 എന്ന് കിട്ടും. 20 കൊണ്ട് കട്ട് ചെയ്താൽ മതി. അപ്പൊ 8ന് കറസ്പോണ്ടിങ് 24. അപ്പൊ 5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 15 ആയിരിക്കും. 15,000 ആയിരിക്കും ടോട്ടൽ CP എന്ന് പറയുന്നത്. അതായത് ഈ 9 റേഷ്യോ പ്ലസ് 4 റേഷ്യോ പ്ലസ് 2 റേഷ്യോ എന്ന് പറയുന്നത് 15,000 ആയിരിക്കും. അതായത് 9ഉം 4ഉം 13ഉം 2ഉം 15 റേഷ്യോ എന്ന് പറയുന്നത് 15,000 ആണ്. അപ്പൊ 9 റേഷ്യോ എന്ന് പറയുന്നത് 9,000, ഇത് 4,000, ഇത് 2,000, ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ CPU ആൻഡ് UPS. CPU ആൻഡ് UPS 7 റേഷ്യോ, എല്ലാം 1000 തന്നെ ആയതുകൊണ്ട് 7,000 തന്നെ ആയിരിക്കും. കാരണം 9,000-ന്റെ 2,000-ന്റെ ഡിഫറൻസ് 7,000 തന്നെ ആയിരിക്കും വരിക. അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ. ഈ 24,000 കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം SP ആയിട്ടുള്ള 20,000 അവർ തന്നിട്ടുണ്ട്. ഡിസ്കൗണ്ട് കൊടുത്തത് 6/1 അപ്പൊ 5. ഇത് വെച്ചിട്ടാണ് നമ്മൾ 6ലേക്ക് 24,000-ലേക്ക് പോയത്. അവിടുന്നാണ് നമ്മൾ പിന്നെ CPയിലേക്ക് വന്ന് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തു പോയത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഗണേഷ് ബോട്ട് എ ബാഗ് വർത്ത് ₹3,500. He bought 2 bags with the same amount.
he got after selling it to Mukesh by giving a discount of 9 1/11% after markup. By how much percentage he mark up the bag while selling? ഇതെന്താ കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഗണേഷ് ബോട്ട് എ ബാഗ്, അപ്പൊ അത് അയാളുടെ CP ആണ് 3500 എന്ന് പറയുന്നത്. ഇനി he bought 2 bags with the amount he got, അയാൾക്ക് പൈസ കിട്ടിയപ്പോ ആഫ്റ്റർ സെല്ലിംഗ് ഇട്ട് മുകേഷ് ഡിസ്കൗണ്ടും കൊടുത്തു മാർക്കപ്പും ചെയ്തു. അപ്പൊ ഇത് മാർക്കപ്പ് ചെയ്ത അയാൾ ഒരു വിലയിലോട്ട് കൊണ്ടിട്ടു, അവിടുന്ന് അയാൾ എന്ത് കൊടുത്തു, ഒരു ഡിസ്കൗണ്ട് കൊടുത്തു, എന്നിട്ട് അയാൾ വിൽക്കുന്നു. അപ്പൊ ഈ വിലയാണ് ഹി ഗോട്ട്. അത് വെച്ചിട്ട് അയാൾ 2 ബാഗ് മേടിച്ചെന്നാ പറഞ്ഞത്. അപ്പൊ ഡിസ്കൗണ്ട് പറയുന്നുണ്ട് 9 1/11%. ഓർത്ത് വെക്കുക, 9 1/11% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/11 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ഇതാണ്, പെർസെൻറ്റേജ് ആണ്. അപ്പൊ ഇതിന് നമുക്ക് 1/11 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 11 രൂപയുള്ള ഒരു സാധനം 1 ഡിസ്കൗണ്ട് കൊടുത്ത് 10 വിൽക്കുന്ന പോലാണ്. അപ്പൊ ഇനി എന്താ പറഞ്ഞേക്കുന്നത്, അയാൾക്ക് 2 ബാഗ് മേടിക്കാൻ പറ്റി ഈ വിലക്കെന്ന്. ഒരു ബാഗിന് 3500 ആണ്. അപ്പൊ അയാൾക്ക് 2 ബാഗ് മേടിക്കാൻ പറ്റിയെങ്കിൽ അവസാനം കിട്ടിയ വില 7000 ആണ്. 10 കറസ്പോണ്ടിങ് ആണ് 7000. 10 × 7 7 ആണ് 70. അപ്പൊ 11 × 7 ആയിട്ടുള്ള 77 20 7700 ആയിരിക്കും, അതായത് മാർക്ക് ചെയ്ത വിലയായിട്ട് വരിക. ചോദിച്ചേക്കുന്നത് ബൈ ഹൗ മച്ച് പെർസെൻറ്റേജ് ഹി മാർക്കപ്പ്, മാർക്ക് ചെയ്ത പെർസെൻറ്റേജ് ആണ് നമുക്ക് വേണ്ടത്. അപ്പം 3500 നിന്നും എത്ര കയറ്റി 7700 എത്തണമെങ്കിൽ 4200 രൂപയാണ് മാർക്കപ്പ് ചെയ്തത്. അപ്പൊ ഇതിന്റെ പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 0 കട്ടാവും, നമുക്ക് കിട്ടുക 7 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പൊ 5ഉം 6ഉം 6/5 ആണ്. 6/5% പെർസെൻറ്റേജ് കണ്ടുപിടാൻ എന്ത് ചെയ്യണം, ഇൻറ്റു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 5 × 20 6 × 20 120 എന്നായിരിക്കും കിട്ടുക. 120% ആണ് അയാള് മാർക്കപ്പ് ചെയ്തത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരുന്നു ട്രിക്കി എന്ന് പറയാൻ കാരണം, ഈ വിലയും കണ്ടുപിടിക്കാനുള്ള ഒരു ഹിന്റ് മാത്രമാണ് നമുക്ക്. മറ്റിടത്തെല്ലാം നമുക്ക് ഏതെങ്കിലും ഒരു വില തരുമായിരുന്നു, ഇവിടെ നമുക്കത് ഹിന്റ് ആണ് തന്നത്, അത് എത്ര രൂപയ്ക്കാണെന്നുള്ളത്. അപ്പൊ ആ ഹിന്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയത്. അപ്പൊ 120% ചോദിച്ചുകൊണ്ടാണ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടി വന്നത്. ഇപ്പൊ 4200 രൂപ കൂട്ടി, അപ്പൊ 3500 4200 എന്നുള്ള 120% ആണ് ഹൈക്ക് നടന്നത്. അപ്പൊ ഇത് ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. ചിലപ്പോൾ ഓപ്ഷൻസിലായിരിക്കും അവർ ട്രിക്കി ആക്കുന്നത്, ചിലപ്പോൾ ക്വസ്റ്റ്യൻസിലായിരിക്കും, ചിലപ്പോൾ ക്വസ്റ്റ്യനിലൊന്നും ഉണ്ടാവില്ല, വലിച്ചു നീട്ടി ആ ക്വസ്റ്റ്യൻ തരും. അപ്പൊ അന്നേരമൊക്കെ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാനുള്ള ഒരു ധൈര്യം കാണിക്കണം. ചിലപ്പം ഏറ്റവും കുഞ്ഞു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നത്, വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുകയും ചെയ്യുന്ന കേസുകളുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കമന്റ് ചെയ്യാം. ക്ലിയർ ആയില്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് ക്ലിയർ ആകാത്തത് എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എല്ലാ ക്വസ്റ്റ്യനും എൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. കൂടുതൽ പ്രോബ്ലംസ് എടുത്ത്, ഡിസ്കൗണ്ട് വരുന്ന കൂടുതൽ പ്രോബ്ലംസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യുക. SBI ക്ലർക്കിന്റെ പ്രിപ്പറേഷൻ ആ ഒരു പേസിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, all the best.